7 ജില്ലകളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശത്തോടെ അങ്ങനെ കൊട്ടിക്കലാശമായിരിക്കുകയാണ് ഇന്ന് നിശബ്ദ പ്രചാരണം. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് സന്തോഷ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. സന്തോഷ, വലിയ രീതിയിലുള്ള ആവേശം തന്നെയായിരുന്നു ഇന്നലെ അണികളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മളത് കണ്ടതാണ്. അത്രമേൽ ആവേശത്തിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അവർ വരവേൽക്കുന്നത്. എന്തായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം, ഈ പലയിടത്തും മലപ്പട്ടണം, ഒപ്പം തന്നെ ആന്തൂർ തുടങ്ങിയ നഗരസഭയിലൊക്കെ തന്നെ ഇപ്പോൾ തന്നെ വിജയം അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്, അല്ലേ? തീർച്ചയായും ഒരു മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന് ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി ആവേശകരമായ പരിസമാപ്തി, കൊട്ടിക്കലാശം തന്നെയാണ് ഉണ്ടായത്. കണ്ണൂർ ജില്ലയിൽ പൊതുവെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം വളരെ ആവേശകരമായി തന്നെ, അത് കൊട്ടിക്കലാശമല്ല, തുടക്കം മുതൽക്ക് തന്നെ പ്രചരണം ഇത്തവണ വളരെ ആവേശഭരിതമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണിന്ന്. ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, അവസാന വട്ടം ഒരു തവണ കൂടി ഇത് നേരിട്ട് കാണുക എന്നുള്ളതാണ് വോട്ടർമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനിടെ ഈ കഴിഞ്ഞ പരസ്യ പ്രചരണത്തിൻ്റെ ദിവസങ്ങളിൽ തന്നെ വോട്ടർമാരെ 1-2 തവണ സ്ഥാനാർത്ഥികൾ നേരിട്ട് എത്തി തന്നെ വീടുകളിലെത്തി കണ്ടിട്ടുണ്ട്. ഇന്ന് അവസാന വട്ടം ഈ ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ദിവസവും പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളതിന് തന്നെയാണ് സ്ഥാനാർത്ഥികൾ പ്രാധാന്യം നൽകുന്നത്. ചെറു സ്ക്വാഡുകളായി വീടുകൾ കയറി ഇറങ്ങും എന്നുള്ളതാണ് LDF-ന്റെ സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. UDF-ന്റെ സ്ഥാനാർത്ഥികളും BJP സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനാണ് ഇന്ന് സമയം ചെലവഴിക്കുക എന്നുള്ളത് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ജില്ലയിൽ തിരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണിക്ക് ആരംഭിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സംവിധാനങ്ങളും, സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ പോലീസും ഈ ജില്ലയിൽ ഈ പോളിംഗ് സ്റ്റേഷനുകളുടെ ചുമതല ഇന്ന് ഏറ്റെടുക്കുകയും അവിടെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും. അത്തരത്തിലൊരു സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഈ ഒരു സജ്ജീകരണങ്ങളെല്ലാം തന്നെയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും കണ്ണൂർ ജില്ലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പൊതു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് LDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ വിധിയാണ് സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും LDF വലിയ മുന്നേറ്റം കണ്ണൂർ ജില്ലയിൽ കാഴ്ചവെച്ചിരുന്നു. ഭൂരിപക്ഷം പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം തന്നെ LDF-ന് തന്നെയായിരുന്നു വിജയം. കണ്ണൂർ ജില്ലയിലെ 3 നഗരസഭകളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ UDF-ന് വിജയിക്കാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു നേട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതിന് തന്നെയാണ് LDF ഏറ്റവും കൂടുതൽ ജില്ലയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽക്ക് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലായി കഴിഞ്ഞാലും അത് കഴിഞ്ഞുള്ള പ്രചരണത്തിലും എല്ലാം തന്നെ ഈ ഒരു മുൻതൂക്കം നിലനിർത്താൻ LDF-ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും LDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭദ്ര തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിൽ 15 വാർഡുകളിൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ വലിയ ഒരു ആത്മവിശ്വാസം പ്രചരണ രംഗത്ത് കണ്ണൂർ ജില്ലയിൽ LDF ക്യാമ്പിൽ LDF പ്രവർത്തകർക്കിടയിൽ പ്രകടമായിരുന്നു. അത് ഇന്നലെ കൊട്ടിക്കലാശത്തിലെത്തിയ സമയത്തും വലിയ ജനപങ്കാളിത്തം, സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം തന്നെ പങ്കാളിത്തം ഈ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായും ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണൂരിൽ LDF ക്യാമ്പ് ഉള്ളത്. കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. UDF ആകട്ടെ ഇത്തവണ ഈ വലിയ വിമത ഭീഷണി, അതാണ് UDF നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. കണ്ണൂർ കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട 3 ഡിവിഷനുകളിൽ, ഒന്ന് വാരൻ ഡിവിഷൻ, അതോടൊപ്പം തന്നെ പയ്യാമ്പലം, ഈ പ്രധാനപ്പെട്ട 2 ഡിവിഷൻ, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും അതോടൊപ്പം തന്നെ KPCC അംഗവുമായ റിജിൽ മാക്കുറ്റി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡിവിഷനിലും ശക്തമായിട്ടുള്ള വിമത ഭീഷണിയാണ് UDF-ന് നേരിടുന്നത്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വിമത സ്ഥാനാർത്ഥികളായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട UDF നേരിടുന്ന വെല്ലുവിളി. റിജുൽ മാക്കുറ്റി മത്സരിക്കുന്ന ആദികടലായി ഡിവിഷനിൽ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായിട്ടുള്ള പ്രാദേശിക നേതാവായിട്ടുള്ള മുഹമ്മദ് അലിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി UDF-ന്റെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഭീഷണി UDF-ന് നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മുൻ നേതാവായിരുന്ന PK രാഗേഷിൻ്റെ നേതൃത്വത്തിൽ 12 സ്ഥലത്ത് ആ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവരെല്ലാം ഒരു കാലത്ത്
കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരുമായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീഷണിയാണ് UDF നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധാരണഗതിയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാറില്ല. കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. BJP ഭരിക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനങ്ങൾ പോലും കണ്ണൂർ ജില്ലയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വലിയ ഒരു ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം BJPക്ക് സാധാരണഗതിയിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിയാറില്ല. വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം തന്നെ രാഷ്ട്രീയ സഖ്യം UDFിൻ്റെ പരസ്യമായ ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന് കണ്ണൂർ വേദിയായിട്ടുണ്ട്. കണ്ണൂരിലെ പല പഞ്ചായത്തുകളിലും പരസ്യമായി തന്നെ UDFിൻ്റെ ജമാഅത്ത് ബന്ധം അല്ലെങ്കിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പല സ്ഥലത്തും കോലിബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP സഖ്യമുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ഏതായാലും വളരെ ഈ രാഷ്ട്രീയ പ്രചരണ രംഗം വളരെ സജീവമായ ഒരു രാഷ്ട്രീയ പ്രചരണമായിരുന്നു കണ്ണൂരിൽ നടന്നത്. അതിനുശേഷമാണ് വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഭദ്ര.